കുറച്ചു കാലം മുമ്പ് വരെ പഴയ വാഹനം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ പേര് മാറാൻ RTO ഓഫീസിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഫീസ് റെസിപ്റ്റുമായി ഇൻഷുറൻസ് ഓഫീസിൽ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിലെയും പേര് മാറാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആ ഒരു സേവനം, അതായത് ഫീസ് റെസിപ്റ്റ് കാണിച്ച് ഇൻഷുറൻസിൽ പേര് മാറിയെടുക്കാൻ പറ്റുന്ന ഒരു സേവനം ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പേര് മാറാവുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ RC ബുക്ക്, വണ്ടിയുടെ RC ബുക്ക് ഫിസിക്കലായി നിങ്ങളുടെ കയ്യിൽ ലഭിക്കുവാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. അതായത് പേര് മാറാനുള്ള ആപ്ലിക്കേഷൻ RTO ഓഫീസിൽ കൊടുത്തതിന് ശേഷം പോസ്റ്റലായിട്ട് ഈ RC ബുക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുവാനായിട്ട് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അധികം താമസിയാതെ തന്നെ പാരിവാഹൻ സൈറ്റിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പേര് മാറും. ആ പേര് മാറിയ സ്ക്രീൻഷോട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടുമായി ഇൻഷുറൻസ് ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാക്കി എടുക്കാവുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ പാരിവാഹൻ സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് RC പർട്ടിക്കുലേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് 50 രൂപ ഫീസ് ഈടാക്കുന്നതാണ്. ആ 50 രൂപ ഫീസ് കൊടുത്ത് RC പർട്ടിക്കുലേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് RC ബുക്കിൻ്റെ വില തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം അതൊരു പ്രിൻ്റഡ് ഡോക്യുമെൻറ്റിൽ എല്ലാ ഡീറ്റെയിൽസും, RC ബുക്കിൽ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുമുണ്ട്. അതൊരു 50 രൂപ ചിലവിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഡോക്യുമെൻറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പേര് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഇൻഷുറൻസ് കമ്പനികൾ നോർമലി 60 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 14 ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ പേര് മാറാൻ ശ്രമിക്കുക. ഇനി അഥവാ 14 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പങ്ങൾ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുൾ കവർ ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ 14 ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റിയെടുക്കുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ വാഹനത്തിൻ്റെ പേര് മാറുന്നതിനോടൊപ്പം തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസിലെയും പേര് മാറുന്നതാണ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ആ പേര് മാറ്റൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ കാണിക്കണമെങ്കിൽ, ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻറ്റിൽ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് ഓഫീസിൽ പോയി ആ പേര് ഈ പ്രൊസീജിയറിൽ കൂടി തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി ആണ് എങ്കിൽ നിങ്ങൾ പലരും കുറച്ച് താമസമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങൾ പേര് മാറ്റാതിരുന്നാലുള്ള കാര്യം സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ഇൻഷുറൻസ് ആണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. അതായത് നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ട, അതായത് ഒരു വാഹന ഉടമ, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഹന ഉടമ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഇൻഷുറൻസ് ആണ് കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ. ഇത് 275 രൂപയും ടാക്സുമാണ് നോർമലിലുള്ളത്. അത് ഏതൊരു വാഹനത്തിൻ്റെയും, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഏത് വാഹനത്തിൻ്റെയും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മുടെ പേരിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ പേര് മാറുന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് നിങ്ങൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ഈ ഇൻഷുറൻസ് പോളിസി മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രൊട്ടക്ഷൻ കവറേജ് ലഭിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലഭിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ നേരിടേണ്ടി വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ്, ഈ പേര് മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ, ആ അപകടം കേസാകുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലെടുക്കാനായിട്ട് ആ വാഹനത്തിൻ്റെ നിലവിലുള്ള ഓണർ അവിടെ എത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ടും തേർഡ് പാർട്ടി ഇൻഷുറൻസും 14 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മാറുന്നതാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോർമലി ഈ പേര് മാറിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് നോ ക്ലെയിം ബോണസ് ഉണ്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോ ക്ലെയിം ബോണസ് ക്യാൻസലായി പോകുന്നതാണ്. അപ്പോൾ പേര് മാറുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രീവിയസ് RC ഓണർക്ക് നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റായി എടുത്തു വെക്കാവുന്നതാണ്. അതിന് 3 വർഷത്തെ വാലിഡിറ്റിയും ഉണ്ട്. അതെടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്കാണ് ആ ഇൻഷുറൻസ് പുതുക്കുക ചെയ്തിട്ട് അതിൻ്റെ നോ ക്ലെയിം ബോണസിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടുണ്ട് എങ്കിൽ ആ കിട്ടിയ ബോണസ് നിങ്ങൾ തിരിച്ച് അടയ്ക്കേണ്ടതാണ്. അതായത് ആ ബോണസ് തുക എത്രയാണോ അത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് തിരിച്ചടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഇനി പേര് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നതല്ല, നോ ക്ലെയിം ബോണസ് എടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് വാഹനം വിൽക്കുന്നവർ അത് ശ്രദ്ധിക്കുക. വാങ്ങുന്നവർ അത് പഴയ വാഹന ഉടമ ആ നോ ക്ലെയിം ബോണസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ആ നോ ക്ലെയിം ബോണസ് ആർക്കും ഇല്ലാതെയായി പോകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സേവനം, അതായത് പേര് മാറുന്നതിന് പോർട്ടൽ ഓഫീസുകളിലോ ഓൺലൈനായിട്ടോ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ മെയിൻ ഓഫീസുകളിൽ, ഇൻഷുറൻസിൻ്റെ മെയിൻ ഓഫീസുകളിൽ ഏതിലെങ്കിലും എത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാവുള്ളൂ. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇൻഷുറൻസ് സംബന്ധമായുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.